തീർച്ചയായും ഏഷ്യ കപ്പിൽ ഇത് ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്നു എന്നത് കായികാരാധകരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളാണ്. ഫൈനൽ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. കായിക വാർത്തകൾ സമഗ്രമായി നമുക്ക് പരിശോധിക്കാം. അതിന്റെ സമയമാണ് ഇനി. മഹേഷ് പോലൂരുണ്ട് അല്ലെ? എന്തൊക്കെയാണ് കായിക ലോകത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്? ഗുഡ് മോർണിംഗ് ദിവ്യ, സൈഫു. ഇന്ന് കായിക മേഖലയിൽ ഇന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഒരാഴ്ച ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിക്കുകയാണ്. ലാലിഗയിൽ മത്സരങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് ഇന്നത്തെ രാത്രിയും പകലും ഒന്ന് കഴിഞ്ഞു കിട്ടാനാണ്. നാളെയാണ് ഏഷ്യ കപ്പിൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഫൈനൽ. അപ്പോൾ ഇന്ന് ഫൈനലിനുള്ള ഒരു കാത്തിരിപ്പാണ്. അതിലേക്കാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ സൈഫുദ്ദീൻ. ഏഷ്യ കപ്പിൽ ശ്രീലങ്കയെയും തോൽപ്പിച്ച് ഇന്ത്യ അത്യന്തം വാശിയേറിയ മത്സരത്തിൽ സൂപ്പർ ഓവറിലാണ് ജയം. 3 റൺസ് വിജയലക്ഷ്യം. ആദ്യ പന്തിൽ തന്നെ ഇന്ത്യ മറികടന്നു. ശ്രീലങ്കൻ താരം പത്തും നിസ്സംഗ ടൂർണമെന്റിലെ ആദ്യ സെഞ്ചുറി നേടി. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ മത്സരം. 3 റൺസ് ലക്ഷ്യമിട്ടിറങ്ങിയ ശ്രീലങ്കയ്ക്ക് 7 റൺസ് എടുക്കുന്നതിനിടെ ആദ്യ വിക്കറ്റ് നഷ്ടമായെങ്കിലും പൊരുതി. പത്തും നിസുംഗയും കുശാൽ പെരേരയും ചേർന്ന് 127 റൺസിന്റെ കൂട്ടുകെട്ട്. 52 പന്തിൽ നിന്ന് പത്തും നിസുംഗയ്ക്ക് സെഞ്ചുറി. അവസാന ഓവറിൽ ശ്രീലങ്കയ്ക്ക് വേണ്ടിയിരുന്നത് 12 റൺസ്. ഹർഷിത് റാണ എറിഞ്ഞ ആദ്യ പന്തിൽ നിസംഗ പുറത്ത്. അവസാന പന്തിൽ ജയിക്കാൻ വേണ്ടത് 3 റൺസ്. ശ്രീലങ്കയ്ക്ക് നേടാനായത് 2 റൺസ് മാത്രം. സമനിലയായതോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക്. പന്തെറിഞ്ഞ അർഷ്ദീപ് ശ്രീലങ്കയെ വരിഞ്ഞു മുറുക്കി. ആദ്യ പന്തിൽ തന്നെ കുശാൽ പെരേര പുറത്ത്. ദസുൻ ഷനാക്കിയെ കൂടി 0-ന് പുറത്താക്കിയതോടെ ലങ്കയ്ക്ക് നേടാനായത് 2 റൺസ് മാത്രം. മറുപടി ബാറ്റിംഗിൽ ആദ്യ പന്തിൽ തന്നെ ഇന്ത്യക്ക് ജയം. സൂര്യകുമാർ യാദവ് 3 റൺസ് എടുത്തു. 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ 202 റൺസ് എടുത്തിരുന്നത്. അഭിഷേക് ശർമ്മ 61-ഉം തിലക് വർമ്മ 49-ഉം മലയാളി താരം സഞ്ജു സാംസൺ 39-ഉം റൺസ് എടുത്തു. നാളെ വൈകിട്ട് 8 മണിക്കാണ് ഇന്ത്യ പാക് ഫൈനൽ. ടൂർണമെന്റിൽ 2 വട്ടം ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ തകർപ്പൻ ജയം നേടിയിരുന്നു. സ്പോർട്സ് ഡെസ്ക് മീഡിയ 1. യെസ്, അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ യഥാർത്ഥത്തിൽ ആ മത്സരത്തിൻ്റെ ഫലം ഈ ഏഷ്യ കപ്പിലെ ഫൈനലിലെയോ മറ്റ് മത്സരക്രമങ്ങളെയോ ഒന്നും യാതൊന്നും ബാധിക്കുന്നതായിരുന്നില്ല. ഇന്ത്യ ഫൈനലിലെത്തി. ശ്രീലങ്ക നേരത്തെ പുറത്തായി. പക്ഷേ നമുക്ക് സന്തോഷമായത് എന്താണ്? സഞ്ജുവും സാംസന്റെ 39 റൺസ്, അതിവേഗം കണ്ടെത്തിയ 39 റൺസ്, അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്ന പടുകൂറ്റൻ സിക്സറുകൾ, അതൊക്കെയാണ് നമ്മളെ സന്തോഷിപ്പിച്ചത്, ത്രസിപ്പിച്ചത്, അതൊക്കെയായിരുന്നു. അപ്പോൾ ഏഷ്യ കപ്പിൽ ഇന്ന് പകൽ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ നാളെ ഫൈനലാണ്. ഏഷ്യ കപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ മത്സരം നടക്കുന്നത്. രാത്രി 8 മണിക്ക് ദുബൈയിലാണ് കലാശപ്പോരും. ദിവസങ്ങളുടെ ഇടവേളയിൽ പാകിസ്ഥാനെ 2 തവണ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് കലാശപ്പോരിന് ഇന്ത്യ ഇറങ്ങുന്നത്. നോക്കൂ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം എന്ന് പറയുന്നത് ഇതുവരെ തോൽവി അറിയാതെയാണ് ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ വരവുള്ളത്. അതിനേക്കാൾ ഉപരിയാണ് ഈ കളത്തിന് പുറത്തുള്ള മത്സരങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാമല്ലോ. പാകിസ്ഥാൻ താരങ്ങൾ പ്രകോപനപരമായ രീതിയിൽ ഗ്രൗണ്ടിൽ കാണിച്ച അവരുടെ ആവേശം, അതിന് ലോകത്തുടനീളമുള്ള ക്രിക്കറ്റ് ആരാധകരിൽ നിന്ന് ലഭിച്ച പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ടീം ഇന്ത്യ മറുപടി പറയുക? ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടുമായിരിക്കും നാളെ ഇന്ത്യ മറുപടി പറയാൻ ഒരുങ്ങുന്നത്. നാളെ രാത്രിയാണ് 8 മണിക്ക്. അപ്പോൾ സമയമില്ല, നമുക്കിനി കാത്തിരിക്കാം എന്നുള്ളതാണ്. ക്രിക്കറ്റിൽ നിന്ന് നേരെ നമ്മൾ ഇന്ന് ഫുട്ബോളിലേക്ക് പോവുകയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് 7 പോരാട്ടങ്ങളാണ് ഉള്ളത്. ലീഗിലെ കരുത്തരെല്ലാം ഇന്ന് കളത്തിലെത്തുന്നുണ്ട്. ഇന്ത്യൻ സമയം വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രെൻഫോർഡിനെ നേരിടും. ചെൽസി ബ്രൈറ്റനെയും മാഞ്ചസ്റ്റർ സിറ്റി ബേൺലിയെയും നേരിടും. ലിവർപൂളിൽ ക്രിസ്റ്റൽ പാലസ് ആണ് ഇന്ന് എതിരാളികൾ. രാത്രി 7:30ക്കാണ് ഈ മത്സരങ്ങളെല്ലാം നടക്കുന്നത്. ടോട്ടനം വോൾവ്സ് മത്സരം ഇന്ന് രാത്രി 12:30ക്കാണ്. അപ്പം ആളുകൾ ഉറങ്ങാതെ കാത്തിരിക്കുക. ടോട്ടനത്തിൻ്റെ ആരാധകർ പ്രത്യേകിച്ച് ഇന്ന് ഉറങ്ങാതെ നിൽക്കുന്ന ദിവസം കൂടിയാണ്. ലാലിഗയിലേക്ക് പോവുകയാണ്. ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരമുണ്ട്. രാത്രി 7:45-നാണ് മാഡ്രിഡ് ഡെർബി. മറ്റ് മത്സരങ്ങളിൽ ഗെറ്റാഫെ എസ്പാനിയോളിനെയും മയോർക്ക അലാവസിനെയും വിയാറയൽ അത്ലറ്റിക് ക്ലബിനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം ഉണ്ടായിരുന്നു, ജിറോണ എസ്പാനിയോൾ മത്സരം. ആ മത്സരം പക്ഷേ ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു.